നേരം പുലരണ കാലം തൊട്ടേ കളിചിരിതൻ പൂരം. കഥയില്ല കഥ നാടോടും കഥ അമ്പമ്പോ കഥയേ. ഇനി നേരം പുലരണ കാലം തൊട്ടേ കളിചിരിതൻ പൂരം. ഇത് കഥയില്ല കഥ നാടോടും കഥ അമ്പമ്പോ കഥയേ. കലപില കശപിശ പലവിധം അങ്ങനെ മാറി മറിഞ്ഞാലും സ്നേഹം പൂക്കും തമ്മിൽ തമ്മിൽ താങ്ങാവും കൂട്. അടിത്തട്ട പട്ടപ്പുകൾ ഞൊടിക്കിട മുറിയിൽ കൂട്ടുപിടിച്ചെന്ന ചിതറിയൊരതവിൽ കുതികൾ വെട്ടും തകതിമിത് മൃഗത്തൈ. ഇത് നാടിൻ വീടിൻ കാര്യം ചൊല്ലും ഉരുളയ്ക്കുപ്പേരി. ഇനി കേട്ടു രസിക്കാൻ ആർത്തുചിരിക്കാൻ ഉരുളയ്ക്കുപ്പേരി. ഇത് നാടിൻ വീടിൻ കാര്യം ചൊല്ലും ഉരുളയ്ക്കുപ്പേരി. ഇനി കേട്ടു രസിക്കാൻ ആർത്തുചിരിക്കാൻ ഉരുളയ്ക്കുപ്പേരി. ചെവിതോര കഥ പറയും അതിലേറെ കളി പറയും. ചിരിയും മൊഴിയും ചേരും തട്ടുപൊളിപ്പൻ കൂടാണേ. എന്നിഷ്ടം നിന്നിഷ്ടം ഒത്താലോ തന്നിഷ്ടം. പിടിപലി കളി ചിരിപൂരം ഉരുളയ്ക്കുപ്പേരി. അതെ സാർ, ഞാൻ ഇന്നലെ തന്നെ ഇല്ല ആ ഫയലൊക്കെ ഇന്നലെ തന്നെ ക്ലിയർ ചെയ്തു. ഓ സാർ, അതെ അതെ. അയ്യോ അതിനൊന്നും ബുദ്ധിമുട്ടില്ല. അങ്ങനെ ചെയ്യാം സാർ. ഞാൻ ചെയ്യാം സാർ. സാറേ ഇവിടെ മോളിങ് എത്താറായേ. അപ്പൊ അതിന്റെ ഒരു ഇതിൽ ഞാൻ പറഞ്ഞേക്കാം, അറിയിപ്പിക്കാം. മണി പറഞ്ഞറിയിക്കാൻ വയ്യ മണി. എന്റെ മോള് വന്ന് ഇറങ്ങുമ്പോ ആ വേഷത്തിലെ കാണുമ്പോ. അയ്യോ എന്റെ മോള് അല്ലെങ്കിൽ അമ്മയുടെ മോളായിരുന്നു ഇത്രയും കാലം. ഇപ്പൊ അവള് വലിയ ഇതൊക്കെ ആവുമ്പോഴത്തേക്കും അമ്മയുടെ മോള് ഇതാ നിക്കണ്. പടി ചേട്ടൻ വന്നോ? മണിക്കുട്ടൻ ചേട്ടൻ വന്നു. മാലയും പൊക്കൻ റെഡി. നോക്കട്ടെ, നല്ല പൊക്ക. കൊള്ളാല്ലേ മണിമാല? അതെ മാമ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഈ IPS റിങ്കി എന്നുള്ള പേരുണ്ടല്ലോ, അതിന് ഒട്ടും ഗുമ്മില്ല. ഗുമ്മൊക്കെ മതി, നല്ല ഗുമ്മ. ഒരു കുഴപ്പമില്ല. എന്റെ അച്ഛനിട്ട പേരാ. അല്ല, നമ്മുടെ അച്ഛനിട്ട പേരാണെങ്കിലും അവള് പറഞ്ഞതിനകത്ത് ഇച്ചിരി കാര്യമുണ്ട്. അല്ല, റിങ്കി എന്നൊക്കെ റിങ്കി IPS ആ പേരിൽ എന്റെ ചേച്ചി മാത്രമേ ഉണ്ടാവുള്ളൂ. അത് കുഴപ്പമില്ല, നമുക്ക് ഈ ഗസറ്റ് പബ്ലിഷ് ചെയ്തിട്ട് പേര് മാറ്റാം. അതൊന്നും വേണ്ട. അയ്യോ ചേച്ചി വിളിക്കുന്നു. ഹലോ ആ ചേച്ചി എത്രയാ? ആ ഞങ്ങൾ എല്ലാരും ഇവിടെ ഉണ്ട്, ഫ്രണ്ടിൽ തന്നെ ഉണ്ട്, വെയിറ്റ് ചെയ്യുക. ആ അത് കുഴപ്പമില്ല, ചെയ്തോളാം. ശരി ഓക്കെ. എന്താ പറഞ്ഞിട്ട് അവള്? ചേച്ചി എത്താറായിരുന്നു. പിന്നെ ചേച്ചി ഒരു കാര്യം കൂടെ പറഞ്ഞേ, ചാനലിൽ നിന്ന് ആള് വരും, അപ്പൊ അതൊന്ന് ഡീൽ ചെയ്തേക്കണേന്ന് പറഞ്ഞു. സൗഭാഗ്യം വരാനേ ലോട്ടറി അടിച്ചൊന്നും അല്ലല്ലോ. ഇതേ 100 കോടി ബമ്പർ അടിച്ചതിനേക്കാൾ വലുതാണിത്. ചാനലുകാരാണ്. മൈക്കും ക്യാമറയൊക്കെ ആയിട്ട് ചിലതൊക്കെ വന്നു തുടങ്ങി. റിങ്കി IPSന്റെ വീടല്ലേ? അതെ, ഞാനാണ് അച്ഛൻ, രവീന്ദ്രനാഥ്. അല്ല, അത് ചോദിച്ചില്ലല്ലോ. അല്ല ചേച്ചി, ഞങ്ങള് ചാനലിൽ നിന്ന് വരുവാണ്. പറഞ്ഞായിരുന്നു, ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വരും കേട്ടോ. ഇപ്പൊ വരും, നിങ്ങൾ ഇവിടെ വെയിറ്റ് ചെയ്യും. എന്റെ കൊച്ചു IPS കാരിയായിട്ട് വന്നിറങ്ങിയടി. ആരതി എടുത്തോണ്ടോ? പോലെ തന്നെ ഉണ്ട്. ഇല്ല, എല്ലാരും എന്താ ഇങ്ങനെ എന്നെ നോക്കുന്നേ? ഇങ്ങനെ എന്നെ നോക്കല്ലേ, എനിക്ക് നാണം വരുന്നുണ്ടേ. അല്ലേ മോളെ, നിന്നെ ഇങ്ങനെ ഈ വേഷത്തിലൊന്ന് കാണട്ടെ. മാറിക്കേ, എന്റെ കൊച്ചിനെ കണ്ണു നിറയെ ഞാനൊന്ന് കാണട്ടെ. അയ്യോ, നിങ്ങൾക്ക് വീടിനകത്ത് കയറിയിട്ടും കാണാമല്ലോ. ഈ പത്രക്കാര് വന്നിട്ട് കുറെ നേരമായി. വിളിക്കുവാ. കേറി വാ. ഞങ്ങൾക്കറിയാം ഒരുപാട് യാത്ര ചെയ്ത് ക്ഷീണിച്ച് വന്നേക്കുവാണെന്ന്. ഒരുപാട് ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിട്ടുണ്ട്. എന്ത് ബുദ്ധിമുട്ട്? ഒരു IPS ഓഫീസർ എന്ന നിലയിൽ എൻ്റെ സമയവും ആരോഗ്യവും നാടിനും നാട്ടുകാർക്കും വേണ്ടി ഒഴിഞ്ഞു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് വേണോ എന്നോട് ചോദിക്കാം. IPS ഓഫീസർ ആകാനുള്ള പ്രചോദനം എവിടെ നിന്നാണ് ഉണ്ടായത്?
അങ്ങനെ പ്രചോദനം തരാനായിട്ടൊന്നും ആരും ഉണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഞാൻ ഒരു IPS ഓഫീസറായിട്ട് ചെയ്യണമെന്നുള്ളത്. വീട്ടിലാരെങ്കിലും IPS ഓഫീസേഴ്സ് ഉണ്ടോ? ഇല്ല, അങ്ങനെ ആരും തന്നെ ഇല്ല. പിന്നെ എൻ്റെ മാമൻ ഞാനാ മാമൻ. ഞാന് പിന്നെ കൊച്ചിനെ ഞാനാണ് ഈ കളരി മർമാണിയൊക്കെ പഠിപ്പിച്ചത്. പിന്നെ മണിക്കുട്ടനാശൻ ഞാൻ തന്നെ. ഞാനാ മാമൻ. വീട്ടിൽ നിന്നുള്ള സപ്പോർട്ട് എങ്ങനെയായിരുന്നു? എല്ലാവരും വളരെ നല്ല സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്രശ്നവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അപ്പച്ചിയാണ് എനിക്ക് ഒരുപാട് ധൈര്യം. ചിന്നു അപ്പച്ചി ഇവിടെ ഇപ്പൊ ഇല്ല. പിന്നെ അതിലുപരി ഏറ്റവും കൂടുതൽ എന്ത് കാര്യത്തിനും ഏത് സിറ്റുവേഷനിലും കൂളായിട്ട് ഹാൻഡിൽ ചെയ്യാൻ എന്നെ പഠിപ്പിച്ചത് എൻ്റെ അമ്മയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഒരുപാട് ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിക്കുന്നില്ല. ഇനി കാണാം. ഓക്കെ, വിശപ്പായിരിക്കും മണി. അയ്യോ, അവർക്ക് ഇഷ്ടമുള്ള എല്ലാം ഉണ്ടാക്കി വെച്ചേക്കണേ. എനിക്ക് വിശക്കുന്നു. മക്കള് വാ, ഞാൻ എടുത്തു വെക്കാവേ. മക്കളെ എന്താ മക്കളെ, അച്ഛനൊരാഗ്രഹം. എന്താ ആഗ്രഹം? മോളെ, അച്ഛനൊന്ന് സല്യൂട്ട് അടിക്കൂ. അത്രേ ഉള്ളായിരുന്ന? ഇതാണോ വലിയ ആഗ്രഹം? അച്ഛൻ ഇവിടെ വന്നെ, ഇവിടെ രവിയേട്ടാ, മുമ്പിന്ന് മാറി മണി, ഫ്രണ്ടിന്ന് മാറിയില്ലേ? സല്യൂട്ട് അടിക്കുന്നുണ്ടാ മോള്? സല്യൂട്ടാ മോളാ? രവിയേട്ടാ ബോധം പോയാ? അപ്പോഴേ മണി, ഞാൻ സ്വപ്നമായിരുന്നാ കണ്ടത്. സ്വപ്നോ? നീ എന്തിനാ എന്നെ വന്ന് വിളിച്ചിപ്പം? ഞാൻ നല്ലൊരു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഞാൻ വന്ന് വിളിച്ചതായി പ്രശ്നമല്ലേ? ഒരു കാര്യം ചെയ്, കണ്ണടച്ച് കിടന്നുറങ്ങിയിട്ട് ബാക്കി സ്വപ്നം കണ്ടോ. ഒന്ന് പോ മണി, തമാശ പറയണം. ഇല്ല, ഇതിന് മാത്രം വിഷമിക്ക് എന്തോ സ്വപ്നം കണ്ടത്? മണി, നമ്മുടെ മോളുണ്ടല്ല റിങ്കി, അവളിങ്ങനെ IPS ഓഫീസറായിട്ട് പോലീസ് വണ്ടിയിൽ വന്നിങ്ങനെ ഇറങ്ങുന്നു. ഓഫീസർമാരെ കാറിൽ പത്രക്കാര്, വീട്ടുകാര്, മണിക്കൂട്ടായി എല്ലാരും കൂടെ അവളെ സ്വീകരിക്കാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അവളുണ്ടല്ലോ, എനിക്കൊരു സല്യൂട്ട് അടിച്ച് മണി. ഇന്ന് ദീപാവലിയാണ്, ഇന്ന് കണ്ട സ്വപ്നം ഫലിക്കും. അതെ അതെ, നല്ല ദിവസമായിട്ട് വളരെ നല്ല സ്വപ്നമാണ് കണ്ടത്. പക്ഷേ ഈ സ്വപ്നം നടക്കൂലെന്ന് മാത്രം. നടക്കൂലേ? നിങ്ങൾ കണ്ട സ്വപ്നം നടക്കണമെങ്കിലേ സ്വപ്നത്തില് അവള് വല്ല ഒളിമ്പിക്സ് മെഡലും കിട്ടണമായിട്ട് കാണണമായിരുന്നു. അങ്ങനെയായിരുന്നെങ്കിൽ വല്ല സ്കോപ്പും ഉണ്ടായിരുന്നു. ഇതിപ്പം IPS ഓഫീസറും. എന്തോന്ന് മണി പറയണത്? ഇത് സ്വപ്നമാണ്, അല്ലാതെ എന്റെ ഇഷ്ടത്തിന് ചാനലിൽ മാറ്റി മാറ്റി കാണാനേ. ഇത് TV പ്രോഗ്രാം ഒന്നും അല്ല. സ്വപ്നം കണ്ടിങ്ങനെ സുഖിച്ചിരുന്നു. പപ്പു എന്ത് പാപ്പിയാ? ചേച്ചിന്ന്. പറയാടി. ദീപാവലിയായിട്ട് ആഘോഷമൊന്നുമില്ല നമുക്ക്. പിന്നെ ആഘോഷം ഇല്ലാതിരിക്കോ? പടക്കമൊക്കെ പൊട്ടിക്കണമെന്ന്. പടക്കം മാത്രമേ ഉള്ളൂ, സ്വീറ്റ്സ് ഒന്നും ഇല്ലേ? ഉണ്ട്. എന്തൊക്കെ കാണും സ്വീറ്റ്സിനകത്ത്? ലഡു, ജിലേബി, അതല്ലാതെ തന്നെ പേട, അതൊക്കെ വേണം. അപ്പൊ നമുക്ക് ഇന്ന് മാമനെയും അപ്പച്ചി എല്ലാരെയൊക്കെ വിളിക്കണ്ടേ? പിന്നെ വിളിക്കണ്ടേ? പിന്നെ അപ്പുറത്തെ കാത്തൂനെയും കണ്ണനെയും വിളിക്കണം. കാർത്തൂനെ കണ്ണെ ഞാൻ വിളിച്ചോളാം. നീ അപ്പച്ചി മാമന്റെ അടുത്ത് വിളിച്ച് പറഞ്ഞേക്കണേ വരാൻ. ചേച്ചി എന്തോ ഡ്രസ്സ് ഒന്ന് ഇടണേ. എടി, ഞാൻ അന്ന് ഒരു ഹാഫ് സാരി മേടിച്ചില്ലേ, ഗോൾഡ്, വൈറ്റില് ഗോൾഡ് വരുന്നത്. മറ്റേ ഗായത്രി ചേച്ചിയുടെ കല്യാണത്തിന് അതിടാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഞാനേ മറ്റേ പച്ച കളറ് സ്കേർട്ടും ടോപ്പും ഉണ്ടല്ലോ, ഒരു ഗോൾഡ് വരുന്ന. ഇവിടെ മോൾ ഇവിടെ ഇരിക്കണ എന്താ മോളെ? തോന്നുന്നു റിങ്കി കുട്ടിന്ന് മാത്രം. ഞാൻ അവിടെ ഇരിക്കണ്ടില്ല അച്ഛാ. വെച്ചേ മക്കളെ, അച്ഛനെ ഒരു കാര്യം പറയാനാണ് വന്നത്. അച്ഛൻ ഇപ്പൊ ഒരു സ്വപ്നം കണ്ട്. സ്വപ്നം എന്ന് പറഞ്ഞാൽ മോൾ ഒരു IPS ഓഫീസറായിട്ട് നല്ല സ്റ്റൈലില് യൂണിഫോം ഒക്കെ ഇട്ടിറങ്ങി നമ്മുടെ മുറ്റത്ത് വന്നു. എന്നിട്ട് എല്ലാരും ഉണ്ട്, പത്രക്കാരും മാമനും അവരും ഇവരും നമ്മുടെ വീട്ടുകാരെല്ലാം കൂടെ ഇങ്ങനെ അച്ഛനെ. ചേച്ചി IPS ആവുമ്പോഴേ ഞാൻ ആരായിരുന്നു? നീ ഇതാണ്ടേ ഇതുപോലെ എന്തോന്നോ ചവച്ചു വെച്ച ആ മൂലയിൽ നിൽപ്പുണ്ടായിരുന്നു. ഒന്ന് ഉണ്ടായിരുന്നു വെച്ചേ മക്കളെ. അച്ഛൻ്റെ വലിയൊരു ആഗ്രഹമാണിത്. നോക്കാം, ട്രൈ ചെയ്യാം. അച്ഛനെ അറിയാം മോളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഒളിമ്പിക്സിൽ ഒരു മെഡൽ നേടുകയാണെന്ന്. അത് നേടിക്കോ, അത് കുഴപ്പമൊന്നുമില്ല, അച്ഛനും ഇഷ്ടം തന്നെ. പക്ഷെ അത് കഴിഞ്ഞിട്ട് എൻ്റെ മോള് IPS കൂടെ എടുക്കണം. അച്ഛാ, IPS കൂടെ എടുക്കണേന്നാ? എന്താന്ന് വെച്ചാ IPS എന്ന് പറഞ്ഞാൽ തറ കിടക്കണ വല്ല കല്ലോ മറ്റുമാണ് തോന്നുമ്പോ പറക്കി എടുക്കാൻ. ഞാൻ നിന്റെ അടുത്തൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ എൻ്റെ കൊച്ചിൻ്റെ അടുത്തല്ലേ പറഞ്ഞേ. മോളെ, അച്ഛൻ്റെ വലിയൊരു സ്വപ്നമാണ്. അച്ഛന് മോളെ പറ്റി ഒത്തിരി സ്വപ്നങ്ങളും ഉണ്ട്. അച്ഛാ മനസ്സിലായി. അച്ഛൻ്റെ സ്വപ്നം ഒന്നും വെറുതെ ആയില്ല, പോരെ അച്ഛാ? അത് മതി. എന്റെ എന്നെ പറ്റി സ്വപ്നമൊന്നുമില്ലേ? നിന്നെ പറ്റി
നിന്നെ പറ്റി സ്വപ്നം കണ്ടിട്ട് വേണം അച്ഛൻ ഉറക്കത്തിൽ പേടിച്ചിട്ട് അറ്റാക്ക് വരാൻ. പഫർ ഫിഷ് കുട്ടൂറ്റി. അല്ലേലും അച്ഛന് എപ്പോഴും മൂത്തമോളടുത്താണ് സ്നേഹം. നമ്മള് വെറും പുറം പോക്കും. അത് നിനക്ക് ഇപ്പോഴാണോ മനസ്സിലായത്? എടി, അച്ഛനും അമ്മയ്ക്ക് ഇപ്പോഴും നീ ഒരു അധികപ്പറ്റ് തന്നെയാണ്. നീ അല്ലല്ലോ പറയണ്ടേ, പിന്നെ ആര് പറയണം? എടി, നീ സംശയം ഉണ്ടെങ്കിൽ നീ അച്ഛനോടും അമ്മയോടും പോയി ചോദിച്ചു നോക്ക്. പിന്നെ എനിക്ക് നിന്നോട് ഒരു കാര്യം പറയാനുണ്ട്. എന്ത് കാര്യം? നീയേ അച്ഛൻ്റെ അമ്മയുടെ ശരിക്കുള്ള മോളല്ല. എന്നെ തവിട് കൊടുത്ത് മേടിച്ചായിരിക്കും. യെസ്, കറക്റ്റ്. പിന്നെ തവിട് കൊടുത്ത് മേടിച്ചതാണ്. എനിക്ക് തോന്നി. ഇവിടെ ഇതുപോലത്തെ ചീന നമ്പറൊക്കെ നിന്റെ ബോക്സിങ് പഠിക്കാൻ പറഞ്ഞ ബുദ്ധിയും ബോധവും ഇല്ലാത്ത കുറെ ഫ്രണ്ട്സ് ഇല്ലേ, അവരടുത്ത് ഇറക്കിയാൽ മതി. എൻ്റെ അടുത്തത് ചിലവാകില്ല. ഡി, തവിട് കൊടുത്ത് മേടിച്ചെന്നൊക്കെ പറഞ്ഞത് ഞാനൊരു ഫ്ലോയ്ക്കാണ്. പക്ഷെ നീ അറിയാത്ത മറ്റൊരു രഹസ്യമുണ്ട്. എന്ത് രഹസ്യം? എന്ത് രഹസ്യമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ഒരു സിംഗിൾ ചൈൽഡ് വേണമെന്നായിരുന്നു ആഗ്രഹം. അങ്ങനെ ഒരുപാട് നേർച്ചയും പ്രാർത്ഥനയും ഒക്കെ നടത്തിയാണ് ഞാൻ ഉണ്ടായത്. അതിൻ്റെ ഇടയ്ക്ക് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് നിന്റെ എൻട്രി. അവരൊരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോഴും നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അച്ഛൻ എൻ്റെ അടുത്ത് ഇപ്പം വലിയ സ്നേഹമൊന്നും ഇല്ലാത്ത. എടി, അച്ഛന് മാത്രമല്ല അമ്മയ്ക്കും നിന്നെ വലിയ താല്പര്യമില്ല. നീ ഈ കുടുംബത്തിൽ ഒരു അധികപ്പറ്റാണ്. ചേച്ചിക്ക് എന്നെ ഇഷ്ടമാണോ? എനിക്ക് നിന്നെ ഇഷ്ടമാണോ എന്ന് ചോദിച്ചാൽ ആദ്യമൊന്നും എനിക്ക് നിന്നെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോഴും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം പറയാല്ല, ഇല്ല. അതെ, നീ ചുമ്മാ പറയല്ലേ, തമാശക്ക് പറയണല്ലേ ഇതൊക്കെ? എടി, ഈ കാര്യമൊക്കെ ആർക്കെങ്കിലും തമാശയായിട്ട് പറയാൻ പറ്റുമോ? പിന്നെ നിന്നെ വിഷമിപ്പിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഒന്നും പറയാതിരുന്നത്. എന്തായാലും നീ ഇതൊക്കെ ഒന്ന് അറിയണമല്ലോ. അപ്പൊ അതിങ്ങനെ ഇഷ്ടമില്ലാത്തോണ്ടാണ് നീ ഇങ്ങനെ എപ്പോഴും എൻ്റെ അടുത്ത് അടി ഉണ്ടാക്കണേ? ഇഷ്ടമില്ലാത്തോണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്തോടെ, എനിക്ക് നിന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല നിങ്കി, സത്യം. എന്തോ രണ്ടും കൂടെ മൂത്തോർമോ നോക്കിക്കൊണ്ടിരിക്കുന്നേ? വന്നൊന്ന് സഹായിക്കും, എനിക്ക് വയ്യ. വാ അമ്മ, ഞാൻ ജിമ്മിൽ പോയിട്ട് ഭയങ്കര ക്ഷീണിച്ചല്ലേ വന്നിരിക്കണേ, എനിക്ക് വയ്യ അമ്മ. എന്നാ പിന്നെ നീ വാ. എനിക്ക് അടുക്കള വന്ന് കുറച്ച് പാത്രങ്ങൾ എഴുതാം. എല്ലാരും പറയും മണിക്ക് ഭയങ്കര സുഖമാണ്, 2 പെമ്പിള്ളേരല്ലെന്ന്. ഇവിടത്തെ അവസ്ഥ എനിക്കല്ലേ അറിയുള്ളൂ. ഭക്ഷണം കഴിക്കണമെങ്കിലും പോലും രണ്ടിടത്തും വാരി കൊടുക്കണം. എനിക്ക് വാ. പോയി ഹെൽപ്പ് ചെയ്യടി, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാതെ. ഞാനിപ്പോ നേരത്തെ പറഞ്ഞത് എന്തായി? മനസ്സിലായോ? പിന്നെ എന്തിനാണ് നോയിക്കൊണ്ടിരിക്കണത്? കേറി പോടി അങ്ങോട്ട്. ഈശ്വര, പണി ഒന്നും ആയില്ല. ഇതൊക്കെ ഭക്ഷണം ഉണ്ടാക്കി എപ്പോ കഴിക്കാൻ? ഒരുപാട് ലേറ്റായി, പ്രാളമായി. വിളിച്ചോടനെങ്കിൽ വന്നാ ഇന്ന് കാക്ക മലർന്നു പറക്കും. അമ്മ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. അപ്പൊ പാത്രം കഴുകല്ലേ നീ വന്നത്? നീ ഒരു കാര്യം ചോദിക്കണ കേൾക്കാൻ എനിക്ക് മനസ്സില്ല. എന്തോ അമ്മ, ഞാൻ ചോദിക്കാൻ വന്ന കാര്യം എന്താന്ന് പോലും ചോദിക്കാതെ അമ്മ ഇങ്ങനെയൊക്കെ പറയണ. നീ അല്ലേ ചോദിക്കാൻ വന്നത്? എന്തെങ്കിലും അനാവശ്യമായിരിക്കും എനിക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നീ ചോദിക്കണ്ട. എന്നാ ഞാൻ ചോദിക്കണില്ല. ഹലോ, എന്തായാലും വന്നതല്ലേ, പറഞ്ഞിട്ട് പോ. അമ്മ, ഈ വീട്ടിൽ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നെയാണോ അത് റിങ്കിയാണോ? ഇതാണോ ചോദിക്കാൻ വന്നത്? രണ്ടെണ്ണത്തിന് എനിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. അപ്പൊ അമ്മയ്ക്ക് എന്നെ ഇഷ്ടല്ലേ? തീരെ ഇഷ്ടമല്ല. എന്നെ ഇവിടെ ആർക്കും താല്പര്യം ഇല്ലെങ്കിലേ ഞാൻ പിന്നെ എന്തിനല്ലേ അമ്മ ഇവിടെ നിക്കണേ? ആ തോന്നല് കറക്റ്റ് ആയിട്ടുള്ളൊരു തോന്നല. ഇത്തരത്തിലുള്ള തോന്നലേ ഇടയ്ക്കിടയ്ക്ക് വരുന്നത് വളരെ നല്ലതാണ്. അപ്പൊ ചേച്ചി പറയണൊക്കെ ശരിയാണോ? ചേച്ചി എന്തോന്ന് പറഞ്ഞു? ചേച്ചി പറഞ്ഞായിരുന്നേ ഞാൻ ഇവിടെ എല്ലാവർക്കും ഒരു അധികപ്പറ്റാന്ന്. അധികപ്പറ്റാണ് ഈ വീട്ടിൽ ഞാൻ ഒഴികെ ബാക്കി എല്ലാം അധികപ്പറ്റായിട്ട് തന്നെ എനിക്ക് തോന്നുന്നത്. സമയമില്ലാത്ത സമയത്ത് മനുഷ്യൻ പണിയെടുത്തോണ്ടിരിക്കുമ്പോഴാണ് ഉള്ള സംശയം കൊണ്ടുവന്നിരുന്നത്. അയ്യോ, അല്ലാത്ത കഷ്ടമായിപ്പോയല്ലോ.
അല്ല അതാ പറയുന്നത്, ഈ മക്കളെ കണ്ടും മാമ്പൂ കണ്ടും ഭ്രമിക്കരുതെന്ന് പറയില്ലേ, ഒന്നും മോഹിക്കരുത്. എല്ലായിടത്തും ഇവിടെ ഉണ്ടല്ലോ 2 ഒന്നിന് പിന്നെ ചില പ്ലാനിങ്ങും ഐഡിയയൊക്കെ ഉണ്ട്, മറ്റേതിനാണെങ്കിൽ അങ്ങനെ യാതൊന്നുമില്ല. എന്ത് അതെ. പിന്നെ നമ്മൾ പിന്നെ ഈ മക്കൾക്ക് വേണ്ടിയല്ലേ ജീവിക്കുന്നത്. എന്തായാലും ഞാൻ നോക്കട്ടെ, വേറൊന്നും ചെയ്യാനില്ല ഇതില്. ശരി, ഞാൻ പിന്നെ വിളിക്കാം എന്നാ. ഓക്കെ, സമാധാനമായിട്ടിരിക്കേ. ശരി. ആര് രവിയേട്ടാ? നമ്മുടെ ഗോപനെ. ഏത് വല്യച്ഛന്റെ വീടിന്റെ അപ്പുറത്തെയാ? എന്ത് പറ്റി? അവനൊരു ലോൺ എടുത്തായിരുന്നേ, അവന്റെ മോന് എഞ്ചിനീയറിംഗിന് പോകാൻ വേണ്ടിയിട്ട്. ആ ചെറുക്ക ഇപ്പം പഠിക്കാനൊന്നും പോവാതെ സിനിമ പിടിക്കണം എന്ന് പറഞ്ഞാൽ അതിന്റെ പുറകെ നടക്കുന്നു. അയ്യോ, എന്നിട്ട് എന്തോന്ന് അതിനെന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് അറിയാൻ വേണ്ടി എന്നെ വിളിച്ചത്. അമ്മ അവള് പോണെന്നാ? എവിടെ? അവളുടെ ഫ്രണ്ട്സിന്റെ വീട്ടിൽ വല്ലതായിരിക്കും. ഫ്രണ്ട്സിന്റെ വീട്ടിലൊന്നും അല്ല അമ്മ. പിന്നെ എങ്ങോട്ടെന്നറിയാത്തൊരു യാത്രയാണ്. എന്തായാലും ഇനി ഈ വീട്ടില് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ബാധ്യതയായിട്ട് ഞാൻ ഇല്ല അമ്മ. ബാധ്യതേ? ഈ കൊച്ചെന്തെന്ന് പറയണേ? അമ്മ എൻ്റെ അടുത്ത് ക്ഷമിക്കണേ, നിങ്ങൾ രണ്ടുപേരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ ആ ജീവിതത്തിലേക്ക് കയറി വന്ന അതിഥിയല്ലേ ഞാൻ. ഇവളുടെ ഒരു തമാശ. നീ ഇങ്ങോട്ട് വന്നേ ചേച്ചി, എന്തോന്ന് ഞാൻ അവിടെ നിന്നാ ശരിയാവൂല. ആരും ഇല്ലാത്തവർക്ക് ദൈവം ഉണ്ട് ചേച്ചി. ആരും ഇല്ലാത്തവർക്കാ? പിന്നെ ഈ അച്ഛനും അമ്മയും ഇവിടെ പനവല്ല നിൽക്കുന്നത് നീ കണ്ടില്ലേ? അച്ഛനെപ്പോഴും സ്നേഹം റിങ്കിയുടെ അടുത്താണല്ലോ. അച്ഛൻ എൻ്റെ അടുത്ത് ഒരു സ്നേഹമില്ല. അച്ഛന്റെ സ്വപ്നങ്ങൾ മൊത്തം റിങ്കിയെ പറ്റിയിട്ടാണ്. എന്തോന്ന് മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേ? എന്നെ പറ്റി ഒരു സ്വപ്നം പോലും ഇല്ലല്ലോ അച്ഛന്. ആര് പറഞ്ഞു? ചങ്കിക്കുള്ള വർത്താനൊന്നും പറയല്ലേ. ഇല്ല, ആരൊക്കെ സ്നേഹമില്ല. ഇങ്ങനെയൊക്കെ പറ. ഇവിടെ എന്തോന്നുണ്ടായി? 2 പാത്രം കഴുകാൻ പറഞ്ഞതിനാണ് ഇങ്ങനെയൊക്കെ ഡ്രാമ. അങ്ങനെ എനിക്ക് ഇറങ്ങി പൊടി പൊടി മണി. ചുമ്മാരി കരയാതെ മോളെ, സങ്കടപ്പെടാതെ. അടവെടുത്ത് കരയാനൊരു മോളും അത് കണ്ട് കൂടെ കരയാനൊരു അച്ഛനും. എന്തോ അമ്മ അടവെടുത്ത് കരയണമെന്നൊക്കെ എന്തിനമ്മ പറയണേ? അത്രയ്ക്ക് വേദനിച്ചിട്ടല്ലേ ഞാൻ കരയണേ. മോളെ പറഞ്ഞ് എന്തോന്ന് പറഞ്ഞു? ചേച്ചി എല്ലാം പറഞ്ഞു. എന്തോന്ന് പറഞ്ഞു റിങ്കി? നീ എന്തോന്ന് പറയടി? പറ. ഞാനൊന്നും പറഞ്ഞ ചുമ്മാ തമാശക്ക്. ഇവളിത് എന്തോന്ന്? സത്യം പറ, എന്തോടി പറഞ്ഞു? തമാശ ഒന്നുമല്ല, എനിക്കത് പണ്ടേ തോന്നിയിരുന്നു നിങ്ങൾക്ക് ആർക്കും എൻ്റെ അടുത്ത് ഒരു സ്നേഹമൊന്നും ഇല്ലാന്ന്. പിന്നെ ചേച്ചി പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ കാരണമൊക്കെ മനസ്സിലായത്. എന്തോന്ന്? നിങ്ങൾക്ക് ഒറ്റ മോള് മതി എന്നല്ലായിരുന്നു ആ പ്ലാൻ. അപ്പോഴല്ലേ ഞാൻ വന്നത്. അതുകൊണ്ടല്ലേ നിങ്ങൾക്ക് ആർക്കും ഒരു സ്നേഹം ഇല്ലാത്ത എൻ്റെ അടുത്ത്. അയ്യോ, നിന്നോട് സ്നേഹമില്ലതാ? അങ്ങനെ ഒന്നുമില്ല മോളെ. അച്ഛനെ 2 മക്കളും ഒരുപോലെയാണ്. അച്ഛന്റെ 2 കണ്ണുകളാണ് നിങ്ങൾ. അച്ഛ കരയല്ലേ അച്ഛ, സോറി അച്ഛ. ഞാൻ ഇവളെ പറ്റിക്കാൻ വേണ്ടി പറഞ്ഞതാണ് ഇതൊക്കെ. നീ അല്ലേടി ഞങ്ങളുടെ വീട്ടിലെ താരം. നീ എന്തിനാണ് ഇങ്ങനെയാണ് കരയുന്നത്? ഞാൻ ചുമ്മാ പറഞ്ഞതാണ്. നീയാണ് ഇതിനെല്ലാം കാരണം അല്ലേ? ഒരുത്തി പറ്റിക്കാൻ, അത് കേട്ട് വിശ്വസിക്കാൻ ഒരുത്തി. നിനക്ക് പോണോ അല്ലേ? കൊള്ളാം, നല്ല ബുദ്ധി. നിന്നെ അല്ലേടി ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം. എല്ലാവർക്കും എന്നെ ഇഷ്ടമാണോ? പിന്നെ പിങ്കി മോളല്ലേ ഈ വീടിന്റെ ഐശ്വര്യം. അതെ, സത്യമാണോ? സത്യമാണോ എന്നാ? ഞങ്ങൾക്ക് 3 ആൾക്ക് നിന്നെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അങ്ങോട്ട് മാറിയില്ലേ? എന്ത്? ഇളയ മോളായിട്ട് എന്നെ ഇവിടെ ആർക്കും ഒരു വിലയില്ലായിരുന്നു. ഇപ്പോഴാണ് എനിക്കൊരു അവസരം കിട്ടിയത്. എന്തോന്ന് അവസരം? അപ്പൊ എല്ലാവർക്കും എന്നെ ഇഷ്ടമാണല്ലേ? ഇഷ്ടമൊക്കെ തന്നെയല്ലേ? ഇവിടെ എനിക്ക് കാണിച്ചു തരാം എല്ലാവർക്കും. ഒരു വിലയില്ല. എന്നെ ഇവിടെ ചവിട്ടി തേച്ചിട്ടൊക്കെയായിരുന്നു എന്നെ. അതുകൊണ്ട് ഇവളെ മാത്രം പൊക്കി കയറ്റി വെക്കും ഇവിടെ എല്ലാരും. കൊള്ളാം. എന്തോന്ന് മോളെ? ഞാൻ പോണ്ടോ? നീ അഭിനയിക്കായിരുന്നു. കാണിച്ചു തരാം. അയ്യോ അയ്യോ, ഒന്നുമില്ല. അയ്യോ എന്റെ മോക്ക് എന്ത് പറ്റി? ഫീലിങ്സ് ഒക്കെ സാധാരണ ഇല്ലാത്തൊരു ഫീലിങ്സ്. നല്ലൊരു ദിവസമായിട്ട് ഡ്രാമ. കള്ളി നിന്നെ ഞാൻ ദീപാവലി ആയിട്ട് ഇന്ന് ഈ വീടിനകത്ത് എന്തൊക്കെ സീനടി ഉണ്ടാക്കിയത്? രണ്ടും കൂടെ കരഞ്ഞു മോങ്ങി. അച്ഛനെ പറ്റിക്ക് ഒരു മോളും ഉടനെ കരയാൻ അച്ഛൻ. എന്റെ മക്കൾക്ക് സങ്കടം വന്നോ എനിക്കും വരും. അയ്യോ, അന്ന് ചേട്ടൻ ഒരു സ്ഥലത്തിരുന്ന് കരയും. നീ ഒളിച്ചിരുന്ന് പോയി കരയാൻ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ പോയി കുളിച്ച് ഡ്രസ് ചെയ്ത് വാ എല്ലാരും. മണിക്കൂട്ട മാമനും ചിന്നും ഒക്കെ ഇപ്പൊ വരും.
ചിനു വേറെ സ്വീറ്റ്സ് കൊടു. രാത്രി മൂത്തിരി മത്താപ്പ് കത്തിക്ക് മക്കളെ. ദീപാവലി ആഘോഷങ്ങൾ തുടങ്ങട്ടെ.